അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ നല്ലൊരു റാഗി കൊണ്ടുള്ള ഷെയ്ക്ക് കേട്ടോ ഞാനിന്ന് പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. വോയിസ് ഓവർ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ വീഡിയോസൊന്നും എടുക്കാത്തത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കിച്ചണിൽ കയറിയിട്ട് തന്നെ കുറേ ആയിട്ടോ. അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോൾ റാഗി നല്ലോണം കഴുകി മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സോ നട്ട്സോ ആണോ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചെറിയുള്ളി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ മിക്സിയിൽ അരച്ചെടുത്ത റാഗി കോറാന്നും പറയട്ടോ അവിടെ, അത് ജസ്റ്റ് അരിപ്പയിലൊന്ന് അരിച്ചെടുത്തു കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പശുവും പാലാണ് ആഡ് ചെയ്യണത്. ഏത് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ പശുവും പാലാണ്, അപ്പോൾ അത് ആഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഡയറക്റ്റ് ഞാൻ ഈത്തപ്പഴം ഡയറക്റ്റ് ഇതിൻ്റെ കൂടെ വേവിക്കുകയാണ്. മധുരത്തിന് ആവശ്യമായത് പഞ്ചസാര അങ്ങനത്തെ ഒന്നും ഞാൻ ഇതിൽ യൂസ് ചെയ്യണില്ല കേട്ടോ. ഒക്കെ ഹെൽത്തി ആയ സാധനങ്ങളാണ്. പിന്നെ ചെറിയുള്ളി ഒന്ന് ബ്രൗൺ കളർ, നെയ്യിലാണ് കേട്ടോ ചെറിയുള്ളി ബ്രൗൺ കളറാക്കി എടുക്കുന്നത്. എന്നിട്ട് ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ കയ്യിലുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതും ഏകദേശം ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ ഞാൻ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തതും ആഡ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. ഇതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ഞാൻ ധൈര്യമായിട്ട് ഞങ്ങളോട് പറയുന്നത്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്നുകൂടി തണുപ്പിച്ചൊക്കെ കഴിക്കുമ്പോൾ ഒന്നും കൂടി അടിപൊളിയാവും. നല്ലോണം ബ്രൗൺ കളറാകുമ്പോൾ നേന്ത്രപ്പഴം ആഡ് ചെയ്തു. ഞാൻ അതൊക്കെ റാഗിലേക്ക് ആഡ് ചെയ്തിട്ട് ബൗളിലേക്ക് മാറ്റിയിട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നല്ല വീഡിയോ ആയിട്ട് വരണ്ട. ഓക്കെ, ബൈ ബൈ.